ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് എന്തായാലും സ്കൂളൊക്കെ ക്ലോസ് ചെയ്യാറായി എനിക്കറിയാം. പക്ഷേ ഇത് നോമ്പൊക്കെ വരുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു ദിവസം രാവിലെ കുട്ടികൾക്ക് ലഞ്ച് പാക്ക് ചെയ്ത സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ റെസിപ്പിയാണ്. ഓൾറെഡി നമ്മളെ പേജിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിറയെ വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുള്ള ബാസ്മതി റൈസ് ഉണ്ടല്ലോ, ഉപ്പും കുറച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഊറ്റിയാനായിട്ടോ എടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് എപ്പോഴും ആ ഒരു റൈസിനെ തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ഇതാ വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു സവാളയും ഒരു 4-5 ബീൻസ് ഉണ്ടല്ലോ, ബീൻസ് അത് എടുക്കുന്നുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. പിന്നെ ഒരു 1/2 കപ്പോളം ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുത്തതും, പിന്നെ ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്, ചെറിയൊരു പച്ചമുളക് എടുക്കുന്നുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത്. വെളുത്തുള്ളി നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ചേർക്കണം കേട്ടോ, അപ്പോഴും നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ഈ ഒരു റൈസിന്. ഇതിലേക്കൊണ്ടല്ലോ കുറച്ച് ആ ഒരു ഉള്ളിത്തണ്ടില്ലേ, ആ ഒരു സ്പ്രിംഗ് ഓണിയൻ, അത് ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കാം. അതായത് ഒരു പച്ചക്കറി എന്നാൽ വെന്തുടഞ്ഞു പോകാനും പാടില്ല, എന്നാൽ വേവാതിരിക്കുക, അതായത് അതിൻ്റെ ഒരു പച്ച ചുവന്ന് കാണരുത്. ആ ഒരു പാകത്തിന് ഹൈ ഫ്ലെയിമിൽ നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു പച്ചക്കറിയെല്ലാം ഒരു സൈഡിലോട്ടൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ അതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 4-5 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും നമുക്ക് ഉച്ചത്തെ ഫുഡായിട്ട്, എനിക്കല്ല, ഞാൻ കഴിക്കില്ല, ഹസ്സിന് കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊരു 4-5 മുട്ട ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു എഗ്ഗി സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു സോയ സോസ് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയ്ക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. പച്ചക്കറിയിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഐറ്റംസ് ഇടുമ്പം അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിൽ ആ ഒരു ഫ്രൈഡ് റൈസിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാൻ ആദ്യം പച്ചക്കറിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത്, ഇപ്പോൾ നമ്മൾ ആ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ഒരു മുട്ട. ഹൈ ഫ്ലെയിമിൽ, എല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ മുട്ട എന്താ റെഡിയായി വന്നു. പിന്നെ ഞാൻ ഒരു പച്ചക്കറിയും മുട്ടയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇതിലിപ്പം ഞാൻ അതിൻ്റെ അകത്തുണ്ടല്ലോ ഒരു മാഗി ക്യൂബോ അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു പൊടി ഉണ്ടല്ലോ, അതൊന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കുന്നത്. പക്ഷേ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു നമ്മൾ മുട്ടയും പച്ചക്കറിയും പിന്നെ സോയ സോസൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഐറ്റംസൊക്കെ ചേർത്താൽ അവർ കറക്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലും ടേസ്റ്റും ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു നോർമൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിന്, ഒരു മുട്ടച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമായിരിക്കും കേട്ടോ. പിന്നെ ഹെൽത്തിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളകൊന്ന് ചതച്ചതാണ്, ഫ്രഷ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ ആ ഒരു എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ, ബാസ്മതി റൈസാണേ. അതിനെ അവിടെ ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഒരു 8-10 മിനിറ്റ്, 10-12 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും കേട്ടോ. ഉപ്പും നല്ലെണ്ണയും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഊറ്റുന്ന സമയത്ത് ഇതിലേക്ക് നിറയെ പച്ചവെള്ളം, അതിൻ്റെ തണുത്ത പച്ചവെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു റൈസ് നല്ല കറക്റ്റായിട്ട് കിട്ടും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ തലേ ദിവസമായി വേവിച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്തിനാണ് പഴയത് കൊടുക്കുന്ന കുട്ടികൾക്ക്, ഫ്രഷായിട്ട് നമ്മളെല്ലാം ചെയ്താൽ മതിയാകും. അപ്പോൾ ഞാൻ ആ ഒരു ചൂടല്ല, ആ ഒരു തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു ചോറും പച്ചക്കറിയും മുട്ട എല്ലാം കൂടെ മിക്സായി വരുന്നിടം വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടി താഴ്ത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും നമ്മളിതുപോലെ നല്ല വാവട്ടം വലിപ്പമുള്ള പാത്രം വേണം എടുക്കാൻ, എങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് സാധാരണ നോർമലായിട്ടുള്ള ഒരു പച്ചരി പോലെ ഇരിക്കില്ല, ആ ഒരു ബസ്മതി റൈസാണ്. നമ്മൾ മന്തിക്കൊക്കെ എടുക്കുന്ന ഒരു റൈസല്ല, നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൈസ്, സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഞാൻ ഇത് എടുക്കുന്നത്. എപ്പോഴും ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് അവസാനം കുറച്ച് ഒരു ചില്ലി വിനെഗറാണ് ചേർത്തത്. ഇത് ചേർക്കുമ്പോൾ തന്നെ ഒന്നും കൂടെ ഒന്ന് ഫ്ലേവർ നല്ലതായിരിക്കും. ആ ഒരു വെജിറ്റേറിയൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പകുതി ഭാഗം ഒന്ന് പൊടിച്ചതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു ടൈമിൽ ചേർക്കുകയാണെങ്കിൽ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ.
പിന്നെ ഇതിലേക്കൊരു 2-3 ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മോളെടുത്തത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് മോൾ പറഞ്ഞു ഒരു വികാരമില്ലാത്ത സാധനമൊന്നും, പക്ഷേ ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ കുട്ടികൾക്കെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ മെയിനായിട്ട് ചൈനീസ് ഡിഷസിലൊക്കെ കൂടുതൽ ഈ അജിനോമോട്ടൊക്കെ ചേർക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിനൊരു പൊടിയുണ്ട് കേട്ടോ, ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന സമയത്ത് ചേർക്കുന്നൊരു പൊടി. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒരു കറക്റ്റ്, അല്ലെങ്കിൽ ഒരു മാഗി ക്യൂബ് തന്നെ ചേർത്ത്, ചിക്കൻ്റെ അല്ല വെജിറ്റേറിയൻ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ച് അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാൻ അത് രണ്ടും ഞാൻ മാഗി ക്യൂബ് ചേർത്തിട്ടില്ല. അപ്പോൾ ടേസ്റ്റ് ഒട്ടും തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഒരു പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അജിനോമോട്ടയാണോ എന്ന് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഫ്രൈഡ് റൈസ് പൗഡർ എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ ഒരു പൊടി ഞാൻ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കഴിച്ചപ്പോൾ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് മതി ഇപ്പം. അപ്പോൾ നമ്മളിങ്ങനെ വെളിയിൽ നിന്നൊക്കെ കഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വായിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മാത്രമേ അവർ ടേസ്റ്റ് ഒന്ന് പറയുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ അതൊക്കെ റെഡിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. സ്കൂളിൽ ലഞ്ചും പാക്ക് ചെയ്തൊന്ന് വിട്ടു കേട്ടോ. എന്തായിരുന്നാലും അപ്പോൾ ഇത്രയുള്ള കുഞ്ഞു റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യും.